ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. നിനക്ക് താല്പര്യം ദൈവം കുറച്ച് അനുഗ്രഹങ്ങൾ തരുന്നതാണോ, അതോ ഗ്രഹം എന്ന് പറഞ്ഞാൽ ഭവനം, ആ ദൈവത്തിൻ്റെ ഭവനത്തിൽ വസിക്കുന്ന ആ ഒരു ഭാഗ്യം, അതിനാണോ നാം ആഗ്രഹിക്കുന്നത്, അതോ കുറച്ച് അനുഗ്രഹങ്ങൾ കിട്ടിയാൽ മതിയോ? ഒരു മനുഷ്യൻ ഏറ്റുപറഞ്ഞൊരു കാര്യം, ഞാൻ ആകെപ്പാടെ പ്രാർത്ഥിച്ചിട്ടുള്ളത് 3 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. ആകെപ്പാടെ 1 സൗഖ്യം, 2 സമ്പത്ത്, 3 പരീക്ഷാ വിജയം. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇനി അങ്ങനെയുള്ള വ്യക്തികളെ ഏത് ഗണത്തിലാണ് ദൈവം പെടുത്തുന്നത് എന്ന് വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അനുഗ്രഹം, അത് ദൈവത്തോടു കൂടിയുള്ള വാസം. യോഹന്നാന്റെ സുവിശേഷം 15 ആദ്യ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അബൈഡ് ഇൻ മീ, ഐ വിൽ അബൈഡ് ഇൻ യു. നിങ്ങൾ എന്നിൽ വസിക്കുക, ഞാൻ നിങ്ങളിലും വസിക്കും. നമുക്ക് കുറച്ച് അനുഗ്രഹങ്ങൾ മാത്രമാണ് ലക്ഷ്യം എങ്കിൽ നമ്മൾ പരിതാപകരമായ ഒരവസ്ഥയിലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് എന്ന് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1 കൊരിന്തോസ് 15 19 വചനം എടുക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്നത്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് യേശു ക്രിസ്തുവിൽ നീ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നിന്നെപ്പോലെ നിർഭാഗ്യവാനായി മറ്റാരുണ്ട്? എനിക്ക് ഈ മനുഷ്യൻ പറഞ്ഞ പോലെ കുറച്ച് സൗഖ്യം കിട്ടണം, പരീക്ഷാ വിജയം കിട്ടണം, അതുപോലെ തന്നെ സമ്പത്തുണ്ടാകണം. ഇത് മാത്രമേ നിൻ്റെ പ്രാർത്ഥനയിൽ വിഷയമാകുന്നുള്ളെങ്കിൽ നീ ഏറ്റവും നിർഭാഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്. അതിനുപരി ദൈവത്തിലുള്ള വാസം, യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ആ ഒരു മഹാഭാഗ്യം, സ്വർഗത്തിലെത്തുന്ന ഭാഗ്യം, ഇതൊക്കെയാണ് ക്രിസ്ത്യാനി ലക്ഷ്യമാക്കേണ്ടത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഭാഗ്യവാനോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില വചനഭാഗങ്ങളുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ ആദ്യ വചനങ്ങൾ വായിച്ചാൽ അബ്രാഹത്തോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, അനുഗ്രഹങ്ങൾ നൽകുന്നത്. അതിനുശേഷം പറയാണ്, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. 3-ാമത്തെ കാര്യം, നിന്നിലൂടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. വിവിധ ഗ്രേഡിലുള്ള അനുഗ്രഹമായിട്ട് ഇത് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇനി നമുക്ക് അപ്പസ്തോല പ്രവർത്തനം 20:35 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്വീകരിക്കുന്നതിനേക്കാൾ ശ്രേയസ്കരമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് നൽകുന്നത്. കുറച്ച് അനുഗ്രഹങ്ങൾ ഇങ്ങോട്ട് കിട്ടുന്നതിനേക്കാൾ നമ്മുടെ ജീവിതം ദൈവത്തിന് കൊടുത്ത് ദൈവത്തോടൊപ്പം വസിക്കുന്നത്, ദൈവത്തിൽ വാസം ചെയ്യുന്നത്, അതാണ് ഒരു കൂടിയ കാര്യം എന്നുള്ളത്, മഹത്തായ ഒരു ഭാഗ്യം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. മത്തായി 16:17 വായിച്ചാൽ പത്രോസിനോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, പത്രോസേ നീ ഭാഗ്യവാൻ. എങ്ങനെയാണ് അവൻ ഭാഗ്യവാനായത്? ദൈവിക വെളിപ്പെടുത്തലുകൾ സ്വീകരിച്ചതിലൂടെ. അവനേറെ സമ്പത്തുണ്ടാക്കിയതിൻ്റെ പേരിലോ അവൻ്റെ ഇഷ്ടങ്ങളെല്ലാം നിറവേറിയതിൻ്റെ പേരിലോ അല്ല ഭാഗ്യവാൻ എന്നവൻ വിളിക്കപ്പെട്ടത്. പിതാവായ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ് ഇക്കാര്യം നിനക്ക് പറയാൻ പറ്റിയത്. അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ സ്വീകരിച്ചതിനാൽ നീ ഭാഗ്യവാൻ എന്ന് കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. മത്തായി 5:3 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് അഷ്ടഭാഗ്യം. ഏതെല്ലാം രീതിയിലാണ് ദൈവമക്കൾ ഭാഗ്യപ്പെട്ടവരായി മാറുക? ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ ആത്മീയ സമ്പത്തുള്ളവർ ഭാഗ്യവാന്മാർ. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം, അനുഗ്രഹങ്ങളെക്കാൾ അനുഗ്രഹം, ദൈവത്തിൻ്റെ ആ ഒരു ഭവനം, അതാണ് നാം വില കൽപ്പിച്ച് നമ്മൾ ജീവിക്കേണ്ടത്. അവിടെ ചെന്ന് അവിടെ വാസം ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും വിശിഷ്ടം. ഈ കാര്യം പഠിക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ട ചില കാര്യങ്ങൾ മത്തായി 6:33 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക, ബാക്കിയെല്ലാം കർത്താവ് കൂട്ടിച്ചേർത്ത് തരും. ദൈവരാജ്യം അന്വേഷിക്കുന്നവരായി മാറണം. യോഹന്നാൻ 1:39 വായിച്ചാലോ, കർത്താവിനെ അന്വേഷിച്ച് പോയവരോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, ഗുരു അവിടുന്ന് എവിടെയാണ് വസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, വന്ന് കാണുക. അവർ ചെന്ന് കണ്ടു, കൂടെ വസിച്ചു. അതാണ് യോഹന്നാൻ 1:39 നമ്മൾ വായിക്കുക. ഇത് കുറേ കൂടി ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഫിലിപ്പിയർ 3-ാം അധ്യായം 8-9 വചനങ്ങൾ എടുത്താലോ, യേശുവിനെക്കുറിച്ചുള്ള അറിവ് കൂടുതൽ വിലയുള്ളതാകിയാൽ ബാക്കിയെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കുന്നു. പൗലോസ് കൂടിയത് കണ്ടെത്തിയപ്പോൾ വില കുറഞ്ഞതെല്ലാം ഉപേക്ഷിക്കാനും അത് ഉച്ഛിഷ്ടമായിട്ട് കാണാനും അവന് സാധിച്ചു എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ചില വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ കൂടെ വസിക്കുന്ന വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കൂടെ ദൈവ സാന്നിധ്യം ആസ്വദിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് ബാക്കിയെല്ലാം അപ്രധാനമാകും. പുറപ്പാട് 34:28 മുതൽ വായിക്കുമ്പോൾ മോശ ദൈവത്തിൻ്റെ കൂടെ മേഘത്തിൽ വസിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. അവന് തീറ്റയോ കുടിയോ അങ്ങനെയുള്ള ലൗകികമായ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ സ്ഥാനം പിടിച്ചോ ഒന്നുമില്ല. അക്കാര്യങ്ങളെല്ലാം അപ്രധാനമായി, സീറോ ആയി. അങ്ങനെ ദൈവത്തിൻ്റെ ആ മഹത്തായ സാന്നിധ്യത്തിൽ ജീവിച്ച് അവൻ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖം തേജോമയമായിരുന്നു. അത് പ്രശോഭിച്ചു എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലൂക്ക 19 നമ്മൾ കാണുന്നുണ്ട്, സക്കേവൂസ്, കർത്താവിൽ രക്ഷ കണ്ടെത്തിയ സക്കേവൂസ്, അവൻ്റെ സമ്പത്ത് വെറും നിസ്സാരമായിട്ട് അവൻ കണ്ടെത്തി ദൈവത്തെ സമ്പത്തായി കാണാൻ അവന് സാധിക്കുകയും ചെയ്തു.
മത്തായി 4:18 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ആദ്യത്തെ ശിഷ്യന്മാർ, അവരെയൊക്കെ ദൈവം യേശു വന്ന് വിളിച്ചപ്പോൾ ജോലിയും സമ്പത്തും വീട്ടുകാരെയും ഒക്കെ അവർ നിസ്സാരമായിട്ട് കണ്ട് അതൊക്കെ ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ അനുഗ്രഹം, ദൈവത്തിൻ്റെ ഭവനത്തിൽ വസിക്കുന്ന ആ ഒരു അനുഭവം, അതിനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.